നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. നിൻ ക്രൂശു ഞാൻ വഹിക്കുന്നാലുമേ എൻ ഗീത എന്നുമേ നിന്നോടൻ ദൈവമേ നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. നമ്മൾ ചേരുന്നത് എവിടെയാണ്? നമ്മുടെ ക്രിസ്തുവിനോട് കൂടിയാണ്. നമ്മുടെ ക്രിസ്തുവിനോടുകൂടി ചേരാനായിട്ടാണ് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നത്. അപ്പോൾ ഈ ലോകം വിട്ടു പോകുമ്പോൾ ആരുടെ കൂടെ ചേർത്ത് ജീവിക്കണം? നമ്മുടെ ക്രിസ്തുവിനോട് കൂടി. കണ്ട ഈ പാട്ടിൽ തന്നെ ദൂരം അർത്ഥമുണ്ടെന്നറിയാമോ? നല്ലൊരു പാട്ടാണ് ഈ പാട്ട്. ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് ഓരോരുത്തർക്കും മുൻപോട്ട് യാത്ര ചെയ്യാം. ക്രിസ്തുവിനോട് ചേരുവാനായിട്ടാണ് നമ്മൾ ഈ ലോകത്തിലാണെങ്കിലും ജീവിക്കുന്നത്. കഷ്ടനഷ്ട ശോധനകൾ, പ്രയാസങ്ങൾ, നിന്ദകൾ എല്ലാം ഉണ്ടാകും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ. പക്ഷെങ്കിൽ അതിൽ നിന്ന് വിട്ടുതൽ പ്രാപിക്കാനായിട്ട് ദൈവത്തിൻ്റെ കൃപ നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമാണ്. കാരണം ഒന്നിനാൽ നമ്മൾ പതറാൻ പാടില്ല. പതറുന്ന പ്രയാസങ്ങൾ ഒക്കെ നമുക്ക് വരാം. പക്ഷേ പതറാതെ ജീവിക്കാനായിട്ട് കർത്താവിൻ്റെ കൃപ ആവശ്യമാണ്. എൻ്റെ ഭാരം ദൈവത്തിൽ സമർപ്പിക്കുക. അതിലും വിടുതൽ നൽകി തരുവാൻ സർവശക്തനായ ദൈവത്തിന് സാധിക്കും. ഇത്ര ഭദ്രമായാണ് കർത്താപ്പച്ചൻ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. കണ്ണിൻ്റെ സ്ഥാനത്ത് കണ്ണ്, മൂക്കിൻ്റെ സ്ഥാനത്ത് മൂക്ക്, വായുടെ സ്ഥാനത്ത് വാ, അങ്ങനെ എത്ര മനോഹരമായ രീതിയിലാണ് നമ്മളെ ഓരോരുത്തരെയും കർത്താപ്പച്ചൻ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മൾ നന്ദി കയറായിട്ട് നമ്മളെ ഈ ഭൂമിയിൽ ഇങ്ങനെ സൃഷ്ടിക്കുമ്പോൾ കർത്താപ്പച്ചന് ആഗ്രഹം എന്നാ? ഓരോരുത്തരും ജനിക്കുമ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നത് എന്നാണെന്നറിയാമോ? എന്നോട് ചേരേണ്ടവർ ദൈവരാജ്യത്തിന് അവകാശികളാകണം. അതാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെയും വേണ്ടുന്ന നന്മകളാൽ നിറയ്ക്കാൻ സർവശക്തനായ ദൈവത്തിന് സാധിക്കും. കർത്താവ് നമ്മളെ പരിപാലിക്കും. രോഗം വരും, ക്ഷീണം വരും, പ്രയാസങ്ങൾ വരും. ഇതിന് വിടുതൽ ആര് തരും? ദൈവം തരും. നല്ല മാതാപിതാക്കളെയൊക്കെ തരുമ്പോൾ നമുക്ക് സന്തോഷമാണ്. അവരുടെ സ്നേഹം കിട്ടുമ്പോൾ നമുക്ക് സന്തോഷമാണ്. അവരുടെ തലോടൽ കിട്ടുമ്പോൾ നമുക്ക് സന്തോഷമാണ്. എന്താണ്? നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഈ ലോകത്തിലെ കാണപ്പെട്ടവരാണ്. അവരെ നല്ലതായ രീതിയിൽ നമ്മൾക്ക് ലഭിക്കുമ്പോൾ വളരെ സന്തോഷമാണ്. അപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച് ഓരോരുത്തരും മുമ്പോട്ട് യാത്ര ചെയ്യുക. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും അവരെ നല്ല രീതിയിൽ വളർത്തുകയും ചെയ്യുമ്പോൾ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ് അവർക്കുണ്ടാവുന്നത്. കുഞ്ഞുനാളിലെ മുതലേ ആത്മീയതയിലും ഭൗതികതയിലും കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വളർത്തണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും കൊള്ളാവുന്ന കുഞ്ഞുങ്ങളായി വളർന്നു വരും. അവർ ദൈവരാജ്യത്തിന് അവകാശികളായി തീരുകയും ചെയ്യും. കുഞ്ഞുങ്ങളും മാതാപിതാക്കളെ സ്നേഹിക്കുകയും കരുതുകയും സഹോദരങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്ത് വളരെ സന്തോഷത്തോടെ കുഞ്ഞുങ്ങളും മുമ്പോട്ട് യാത്ര ചെയ്യുക. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ഒരു കുടുംബത്തിലുള്ള എല്ലാവരും ദൈവത്തെ അറിഞ്ഞു കഴിയുമ്പോൾ എന്തൊരു സന്തോഷമാണ്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ വളരെ ഞങ്ങളുടെ കുടുംബമായിട്ട് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, ആശ്വാസമുണ്ട്, വിടുതലുണ്ട്. അതൊക്കെ വലിയൊരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്താൽ ദൈവം തമ്പുരാൻ എല്ലാവരെയും നിറയ്ക്കട്ടെ. എല്ലാവരും ഒരു കുടുംബത്തിലുള്ള എല്ലാവരും ദൈവത്തെ ഒന്ന് അറിഞ്ഞു കഴിയുമ്പോൾ എന്തൊരു സന്തോഷമാണ്. നമ്മുടെ മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ സഹോദരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ ഭവനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ ദേശത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. നമ്മൾ ഏതെവിടെയാണ് ചേർന്നിരിക്കുന്ന ആ സഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ദൈവമക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ദേവദാസിൻ്റെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇതൊക്കെ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് എല്ലാവർക്കും അതൊരു വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്കും അനുഗ്രഹമായിരിക്കും, മറ്റുള്ളവർക്കും അനുഗ്രഹമായിരിക്കും. കർത്താവിനെ നോക്കിക്കൊണ്ട് മുൻനിർത്തിക്കൊണ്ട് ഓരോരുത്തരും യാത്ര ചെയ്യുക. ഞാൻ എന്നും പറയുന്ന പോലെ കുഞ്ഞുങ്ങൾ ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യണം. ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്ക് വാഴാനുള്ളതെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവമാണ്.
അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ഓരോരോ വ്യക്തികളെക്കുറിച്ചും പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കണം. ദൈവം അതിനുള്ള ജ്ഞാനത്താൽ എന്നെ നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. തുടർന്ന് ഓരോരോ വ്യക്തികളെക്കുറിച്ചൊക്കെ സംസാരിക്കണം. അതൊക്കെ എൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ട്. അതിനുള്ള ജ്ഞാനത്താൽ ദൈവം തമ്പുരാൻ എന്നെ നിറയ്ക്കട്ടെ. നിങ്ങളൊക്കെ ആയിരിക്കുന്നിടത്ത് കർത്താവ് പരിപാലിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. എന്നെ ഓർത്തും പ്രത്യേകം പ്രാർത്ഥിക്കുക. ഗോഡ് ബ്ലെസ് യു.